ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഞായറാഴ്ച ദിവസത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അതിലൊരു നല്ല കറിയുടെ റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ ഒരടുപ്പത്ത് കുടിക്കാനുള്ള വെള്ളത്തിന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരടുപ്പത്ത് ഉപ്പുമാവാണ് ഉണ്ടാക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ട വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പത്ത് ഉപ്പുമാവ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണതല്ലേ. ചട്ടി അടുപ്പത്ത് വെച്ച് റവ എടുത്തിട്ടൊന്ന് നന്നായി ചൂടാക്കി എടുത്തിട്ട് അത് മാറ്റിയതിന് ശേഷം വീണ്ടും അടുപ്പത്ത് ആ ചട്ടി തന്നെ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് വരുമ്പോൾ അത് ചൂടായിട്ടുള്ള ചട്ടിയാണല്ലോ. അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക് നെടുകെ കീറിയതും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. സബോളയുടെ കളറൊന്നും മാറി വരണമെന്നില്ല. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ആവശ്യത്തിനുള്ള വെള്ളം, നിങ്ങൾ എത്ര റവ എടുക്കണം റവ എടുക്കില്ല, അതിനനുസരിച്ചുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് തിളച്ച് വരുമ്പോൾ അതിലേക്ക് റവ അങ്ങനെ കുറേശ്ശായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. അങ്ങനെയാണ് അവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുക. നിങ്ങളെങ്ങനെ ഉണ്ടാക്കണം വെച്ചാൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ഇതുപോലെ തട്ടിപ്പൊച്ച് കൊടുത്താൽ ഉപ്പുമാവ് റെഡി ആയതാട്ടോ. ഇവിടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ചിലപ്പോൾ എളുപ്പപ്പണി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിളിമീൻ എന്ന് പറയണ പോലെ ഇവിടെ പുതിയാപ്പിള കോര എന്ന് പറയും, ചോന്ന കോര എന്നൊക്കെ പറയും കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയ കാരണം തേങ്ങ ചിരകി വെക്കാനുണ്ട്, ഒരാഴ്ചക്കുള്ള തേങ്ങ ചിരകി വെക്കാനുണ്ട്. അപ്പോൾ അത് ഉണ്ട് കേട്ടോ. അപ്പോഴത്തേന് മീൻ നന്നാക്കിയിട്ടുണ്ടായിരുന്നു, അത് വരിഞ്ഞ് വെച്ച് പിന്നെ തേങ്ങ ചിരകാനുള്ളതൊക്കെ ചിരകി വെച്ചിട്ടോ. ചോറിനുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചായക്കുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കൂട്ടർ മദ്രസയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 8 മണിക്ക് പോകാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊന്നും വിളിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അത് കായം പട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് എരിവിനനുസരിച്ച് മുളകും പൊടി ഇട്ട് കൊടുത്ത്, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ ഉപ്പും പിന്നെ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്ത് സൊർക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മീൻമേ പരട്ടി വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പം ഇന്ന് മീൻ പൊരിച്ചതും ഒരു പച്ചക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ചിക്കൻ കറി കുറച്ചിരിക്കുന്നുണ്ട്. ഇവർക്ക് ഉപ്പുമാവിലേക്ക് ഒന്നുകിൽ മീൻ കറി വേണം, അല്ലെങ്കിൽ ചിക്കൻ കറി വേണം കേട്ടോ. പഴമൊന്നും കൂട്ടിയിട്ട് ഇവർ ഉപ്പുമാവ് തിന്നില്ല കേട്ടോ. അത് കാരണം ഉപ്പുമാവ് ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചത് കേട്ടോ. അപ്പം മീൻ കായം പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് ഇത് വെച്ചിട്ടാണ് കേട്ടോ അന്ന് പച്ചക്കറി ഉണ്ടാക്കണത്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉപ്പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം കുമ്പളങ്ങയുണ്ട്, പിന്നെ ഒരു മുരിങ്ങാക്കായ, ചെറിയ മുരിങ്ങാക്കായ, പിന്നെ തക്കാളി, 2 പച്ചമുളകും, ഒരു സവോളയും, പിന്നെ കറിവേപ്പിലയും അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യം കുമ്പളങ്ങയും പിന്നെ പച്ചമുളകും സവോളയും ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു ഒന്ന് വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഈ കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇത് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് സിമ്മിൽ ഇട്ടിട്ട് പോവേണ്ട. ഇനി മദ്രസയിൽ പറഞ്ഞേക്കാനുള്ളവരൊക്കെ ചായ കൊടുത്ത് മദ്രസയിലേക്ക് പറഞ്ഞേക്കേണ്ട. അപ്പോൾ മദ്രസയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിന് ചോറായിട്ടുണ്ടായിരുന്നു, ചോറ് ഊറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിതാ ഇവിടെ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി മുരിങ്ങാക്കായ പിന്നെ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. വറക്കല്ല, അതൊന്ന് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. വറുത്തെടുക്കേണ്ട ആവശ്യമല്ല, ചൂടാക്കി എടുത്താൽ മതി. ഇനി അതിലേക്ക് 5-6 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. വറുത്തെടുക്കലൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇനി മിക്സിയിലേക്ക് ഒരു 2 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കിയ ഈ മല്ലി, മുളകും, ഉലുവൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് ജീരകം എടുത്ത് കൊടുത്തിട്ട് ഇത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക കേട്ടോ. അപ്പോഴത്തേനും ഇവിടെ കറി ഇവിടെ തിളച്ച് റെഡിയൊക്കെ മറ്റേ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പുളി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക കേട്ടോ. തീ കൂട്ടി കൊടുത്തിട്ട് ഒന്ന് നന്നായി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനിതാ നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ തിളച്ച് വന്നപ്പോൾ അതിൽ അരപ്പ് ഒഴിച്ചു കൊടുത്ത് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കറിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായി തിളച്ച് വേണ്ടപ്പോൾ അതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചൂടായാലും ശർക്കര ഒന്ന് കലങ്ങി വരുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പപ്പടം പൊരിക്കാനുണ്ട് കേട്ടോ. അത് കാരണം അതിലേക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി പപ്പടം പൊരിച്ചെടുക്കട്ടെ കേട്ടോ.
അപ്പോൾ കറി ഇരുന്നിരുന്ന അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അതിൽ ഫ്രൈ പാൻ വെച്ചിട്ട് മീൻ വറുക്കാണ് വെച്ചിരിക്കുകയാണ് കേട്ടോ. അവിടെ പപ്പടം വറുക്കണുണ്ട് കേട്ടോ. അപ്പോൾ മീൻ വറുക്കാനുള്ള പാൻ ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മീൻ വറുക്കാനുള്ളത് അവിടെ പാനിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് അപ്പോൾ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലത്തെ പല ആകൃതിയിലുള്ള സാധനമില്ലേ, അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറുത്തെടുക്കണമുണ്ട് കേട്ടോ. അപ്പം ഇനി അത് വറുത്തെടുക്കട്ടെ. അപ്പോൾ ഇതിനവിടെ മീനിരുന്നാൽ ആവുകയും ചെയ്യുമല്ലോ. അതിങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാൻ കേട്ടോ ഞാൻ. അപ്പോൾ മീൻ ഒരു ഭാഗം മുരിഞ്ഞു വന്നപ്പോൾ അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കറി താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ചുവന്നമുളകും ഇട്ടിട്ട് കറി താളിച്ചെടുക്കാം കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി താളിച്ചെടുക്കാൻ. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചട്ടിയിലേക്ക് നമുക്കിങ്ങനെ ഒഴിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ കറി ആയിട്ടാ. ഞാൻ ആ ചട്ടിയിൽ തന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു താനില്ലേ, അത് ചൂടാക്കാൻ വെച്ചിട്ടാ. അപ്പോൾ അതാ അപ്പുറത്തെ അടുപ്പത്ത് മീനും ആയിട്ടുണ്ട്. മീൻ വറുത്ത് കോരിൻ്റെ ട്രിപ്പ് ഇട്ടിട്ടുള്ള ഇനി ഒരു ട്രിപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കോരിയിട്ട് അടുത്ത ട്രിപ്പ് വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ അടുക്കളുടെ അവസ്ഥ കേട്ടോ. ഇതൊക്കെ ഒന്ന് അടക്കി പറക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് അടിച്ച് വാരിയിട്ട് അടുക്കള എല്ലാ പണിയും അടുക്കളയിലത്തെ രാവിലത്തെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മീൻകറിയായി, മീൻ വറുത്തതായി, ചോറായി, പപ്പടം വറുത്തതായി, ചിക്കൻ കറിയായി. ഞാൻ 2-3 മുട്ട പുഴുങ്ങിയിട്ടിട്ട്, അപ്പോൾ അവർക്ക് മുട്ട വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ 2-3 മുട്ടയും പുഴുങ്ങി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലെ കറിയിൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.